അസ്സലാമു അലൈക്കും. 9ാം ക്ലാസ്സിലെ അറബിയുടെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമാണ് ഷജറത്തുൻ തതഹദ്ദസു. ഈ പാഠഭാഗത്തിലെ പേജ് നമ്പർ 29 ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ലാമു നഹിയുമായി ബന്ധപ്പെട്ട് മുലാരിയായ ഫീലിൻ്റെ 14 രൂപങ്ങളും അതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങളും അതുപോലെ അതിലേക്ക് നഹീൻ്റെ ലാമു നഹി ചേരുമ്പോൾ എന്തൊക്കെ മാറ്റം വരും എന്നുള്ളതുമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ അതിനാദ്യം മുലാരിയായ 14 രൂപങ്ങളും മുലാരിയായ ഫീലുകളെ 14 രൂപങ്ങളും അതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങളും നാം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഞാൻ യഖ്തഉ എന്നതാണ് സർഫാക്കി കൊടുത്തിട്ടുള്ളത്. യഖ്തഉ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ഒരു പുരുഷൻ മുറിക്കുന്നു എന്നാണ്. യഖ്തആനി അവർ 2 പുരുഷന്മാർ മുറിക്കുന്നു. യഖ്തഊന അവർ കുറേ പുരുഷന്മാർ മുറിക്കുന്നു. തഖ്തഉ എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ മുറിക്കുന്നു. തഖ്തആനി അവർ 2 സ്ത്രീകൾ മുറിക്കുന്നു. യഖ്തഊന അവർ കുറേ സ്ത്രീകൾ മുറിക്കുന്നു. ഇനി തഖ്തഉ എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ മുറിക്കുന്നു. തഖ്തആനി നിങ്ങൾ 2 പുരുഷന്മാർ മുറിക്കുന്നു. തഖ്തഊന നിങ്ങൾ കുറേ പുരുഷന്മാർ മുറിക്കുന്നു. ഇനി തഖ്തഈന എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ മുറിക്കുന്നു. തഖ്തആനി നിങ്ങൾ 2 സ്ത്രീകൾ മുറിക്കുന്നു. തഖ്തഊന നിങ്ങൾ കുറേ സ്ത്രീകൾ മുറിക്കുന്നു. അഖ്തഉ ഞാൻ മുറിക്കുന്നു. നഖ്തഉ നമ്മൾ മുറിക്കുന്നു എന്നർത്ഥം. ഇതിൽ ആദ്യത്തെ 6 എണ്ണം യഖ്തഉ, യഖ്തആനി, യഖ്തഊന, തഖ്തഉ, തഖ്തആനി, യഖ്തഊന ഇത് ഓയിബിന് പറയുന്ന ഫീലുകളാണ്. ഓയിബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ ആളുകൾക്ക് വേണ്ടി, സ്ഥലത്തില്ലാത്തവർ, അവർ എന്നാണ് അർത്ഥം പറയുക. അവനൊരു പുരുഷൻ, അവൻ 2 പുരുഷൻ, അവർ കുറേ പുരുഷന്മാർ, അവളൊരു സ്ത്രീ, അവൾ 2 സ്ത്രീകൾ, അതുപോലെ അവർ കുറേ സ്ത്രീകൾ എന്നർത്ഥം പറയും. ശേഷം വരുന്ന 6 എണ്ണം ഹാലിറിന് പറയുന്നതാണ്. ഇവിടെ സ്ഥലത്തുള്ള ഹാലിറായ പ്രസൻ്റായ ആളുകളോട് പറയുന്നതാണ് ശേഷം വരുന്ന 6 എണ്ണം. അതിനർത്ഥം പറയാം തഖ്തഉ നീ മുറിക്കുന്നു, നീ ഒരു പുരുഷൻ മുറിക്കുന്നു. അതുപോലെ അങ്ങനെയാണ് അർത്ഥം പറയുക. നീ ഒരു പുരുഷൻ, നിങ്ങൾ 2 പുരുഷന്മാർ, നിങ്ങൾ കുറേ പുരുഷന്മാർ, നീ ഒരു സ്ത്രീ, നിങ്ങൾ 2 സ്ത്രീകൾ, നിങ്ങൾ കുറേ സ്ത്രീകൾ എന്നാണ് അർത്ഥം പറയുക. അഖ്തഉ അഖ്തഉ എന്നുള്ളത് വഹദാൻ മുത്തക്കല്ലിമാണ്. അതായത് മുത്തക്കല്ലിമാണ് സംസാരിക്കുന്നവൻ പറയുന്ന രൂപം. അതുപോലെ നഖ്തഉ എന്നുള്ളത് ജമ്മു മുത്തക്കല്ലിമാണ്. ജമ്മായിട്ട് പറയുന്ന നഖ്തഉ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് ജമ്മായിട്ട് പറയുന്നതാണ് നഖ്തഉ എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്കാണ് ഈ ലാമു നഹിയിൻ്റെ ലാമ് ചേർക്കുന്നത്. അപ്പോൾ നഹിയിൻ്റെ ലാമ് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് അഫ്ആലുൽ ഹംസയാണെങ്കിൽ അഫ്ആലുൽ ഹംസയുടെ മുമ്പിലാണ് ഈ ലാമ് ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഫീലിൻ്റെ അവസാനത്തിൽ നൂന് കളയപ്പെടും. ഇതിൽ അഫ്ആലുൽ ഹംസ എന്ന് പറഞ്ഞാൽ 2 യഖ്തആനി, അതുപോലെ യഖ്തഊന, തഖ്തആനി, അതുപോലെ തഖ്തഊന, അതുപോലെ തഖ്തഈന ഈ 5 എണ്ണമാണ് അഫ്ആലുൽ ഹംസ. ഈ അഫ്ആലുൽ ഹംസയിലേക്ക് ഈ ലാമു നഹി ചേർക്കുമ്പോൾ ഒന്നാമത്തെ നിയമം എന്നുള്ളത് ആ നൂനിനെ കളയപ്പെടും. ഇപ്പോൾ ലാ യഖ്തഅ എന്നുള്ളത് പറയുക, അതുപോലെ ലാ യഖ്തഉ എന്ന് പറയും, അതുപോലെ ലാ തഖ്തഅ എന്ന് പറയും, അതുപോലെ ലാ തഖ്തഉ എന്ന് പറയും, ലാ തഖ്തഈ എന്ന് പറയും. നൂന് കളയപ്പെടും ലാം ചേർക്കുമ്പോൾ. ഇനി അത് ഒന്നാമത്തെ നിയമം. ഇനി 2ാമത്തെ നിയമം എന്നുള്ളത് നമുക്കറിയാം, മുലാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന അക്ഷരമാണ് ലാമ്. അപ്പോൾ ഇനി ഇവിടെ ഒന്നാമത്തെ ഉണ്ട് യഖ്തഉ, അതുപോലെ അതിന് താഴെ തഖ്തഉ, അതിന് താഴെ തഖ്തഉ എന്നുണ്ട്. ഇതിൻ്റെ മുമ്പിലാണ് ഈ ലാമ് ചേർക്കുന്നതെങ്കിൽ അതിന് യഖ്തഉ എന്നുള്ള അവസാനത്തിൽ ലൊമ്മാണ്, റഫാണുള്ളത്, അത് സുക്കൂനായിട്ട് മാറും. അപ്പോൾ ലാ യഖ്തഉ, അതുപോലെ ലാ തഖ്തഉ, അതുപോലെ അവസാനത്തിൽ അഖ്തഉ എന്നുള്ള ലാ അഖ്തഉ, അതുപോലെ ലാ നഖ്തഉ എന്ന് സുക്കൂനായിട്ട് പറയണം. അപ്പോൾ ഈ 2 നിയമങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്നാമത്തത് യഖ്തആനി യഖ്തഊന
അതുപോലെ തെക്കുത്ത ആനി, അതുപോലെ തെക്കുത്ത ഊന, തെക്കുത്ത ഈന എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നൂന് കളയപ്പെടും. രണ്ടാമത്തെ നിയമം നൂനില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ യക്കുത്ത ഊ തെക്കുത്ത ഊ എന്നുള്ളതിന് അക്കുത്താവു നക്കുത്താവു ഇതിൻ്റെ മുമ്പിൽ ഈ നൂന് ലാമ് വന്നാൽ അവസാനം സുക്കൂന് ചെയ്യണം. പിന്നെ അതിൽ രണ്ട് യക്കുത്താവിന തെക്കുത്താവിന എന്നുള്ളതിന് ഒരു മാറ്റവും വരികയില്ല, അതുകൂടി ശ്രദ്ധിക്കണം. ആറാമത്തെ രൂപമായ യക്കുത്താവിന, അതുപോലെ 12ാമത്തെ രൂപമായ തെക്കുത്താവിന, ഇതിന് മുമ്പിൽ ലാമ് വന്നാൽ ആ നൂന് അതുപോലെ അവിടെ ഉണ്ടാവും. അത് ഫാൽ ഹംസ അല്ല, അത് ആ നൂന് എന്തുണ്ടാവും അതുപോലെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനെന്ത് വേണ്ട, ആ നൂന് കളയണ്ട. അപ്പോൾ ഇതാണ് നിയമം.